ഹലോ, ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എപ്പിസോഡിൽ കണ്ടിരുന്നു നമ്മുടെ സിദ്ധുവിന് വേറൊരു ബന്ധമുണ്ടെന്നും നമ്മുടെ ലച്ചു അതിന്റെ പേരിൽ നമ്മുടെ സിദ്ധുവിനോട് ഐ ഹേറ്റ് യു ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധുവിന്റെ ജീവിതത്തിൽ നിന്ന് വാക്കൗട്ട് ചെയ്തൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ആകെ ഇങ്ങനെ ഭയങ്കര സ്തംഭിച്ച് നിൽക്കുക. അതെന്താണിത്? നമ്മുടെ സിദ്ധുവിനും നമ്മുടെ ലച്ചുവും പിരിയുകയാണോ? എന്തായിരിക്കും ഇതിന്റെ ബാക്കി അവസ്ഥ എന്തായിരിക്കും? സാധാരണ നമ്മുടെ ഉപ്പും മുളക് എപ്പിസോഡിൽ ഇങ്ങനത്തെ കുറച്ച് സീരിയസ് കാര്യങ്ങളും വഴക്കും തല്ലുപിടുത്തം ഒക്കെ വരുമെങ്കിലും ക്ലൈമാക്സിൽ അവര് ഹാപ്പി എൻഡിങ് ആണ് എപ്പോഴും കൊടുക്കുന്നത്. ഇതിന്റെ എൻഡിങ് ഇങ്ങനെ ആക്കിയപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ സിദ്ധുവും ലച്ചുവും കൂടെ ഇനി മാറി മാറി ആയിരിക്കുമോ താമസിക്കാൻ പോകുന്നത്? സിദ്ധു ഇനി ഇതിന്റെ പേരിൽ കുഴപ്പളത്തേക്ക് പോകുമോ? എന്തൊക്കെയായിരിക്കും ബാക്കി പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നാലെ വരുന്നത് അല്ലെ? നമ്മുടെ ഭവാനി അമ്മൂമ്മയും കേശു ഒക്കെ ആണെങ്കിൽ അവരും നമ്മുടെ സിദ്ധുവിനെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അറിയില്ല നമ്മുടെ സിദ്ധുവിന്റെ സത്യാവസ്ഥ. എന്തായാലും നമ്മൾക്കറിയാവുന്ന സിദ്ധു എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. മിക്കവാറും ആ ഒരു ഗൾഫിലത്തെ ആ ഒരു പറഞ്ഞ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയോ അല്ലെങ്കിൽ വല്ല പട്ടിക്കുട്ടിയോ മറ്റോ ആയിരിക്കും. അങ്ങനെ ആകാനാണ് കൂടുതൽ സാധ്യത. ഇനി പറയാൻ പറ്റത്തില്ല. കഥ ഇനി എങ്ങനെയൊക്കെ മാറ്റിമറിക്കാം എന്നതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ലച്ചുവും സിദ്ധുവും പിരിയുകയാണോ ഗൈസ്? ഇതിനു വേണ്ടിയാണോ നമ്മുടെ സിദ്ധു കുറെ വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്നും വന്നത്? നമ്മൾക്കൊക്കെ താങ്ങാൻ പറ്റുമോ അങ്ങനെ ഒരു അവസ്ഥ? അല്ലെ? സിദ്ധുവും ലച്ചുവും എന്താ പറയാ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നതും, അല്ലെങ്കിൽ തല്ലുപിടിച്ചോട്ടെ, തല്ലുപിടുത്തം പിന്നെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. തല്ലുപിടിച്ച് പിന്നെ അവരിണങ്ങി നിൽക്കുന്നതൊക്കെയാണ് നമുക്കിഷ്ടം. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.